ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാധാരണഗതിയിൽ ഇതുപോലെയുള്ള വീഡിയോസാണ് ചെയ്യാറില്ല, ടെക്നിക്കൽ വീഡിയോസാണ് ചെയ്യാറ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇത് എനിക്കിവിടെ പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് ഇവിടെ വന്ന് പറയണത്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം, ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ പറഞ്ഞിട്ടുള്ള ആൾ വിപിൻ കുമാർ, അദ്ദേഹം ഉണ്ണിമുകുന്ദനെതിരെ ഉണ്ണിമുകുന്ദനെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസ് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരി വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അറിയാമെന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു പരിചയമാണ്. ഞാൻ ആദ്യമായിട്ട് ഇയാളെ കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അയാളായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാകുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ രവി ദി ഡയറക്ടർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജുണ്ട്, ഒരു പേജുണ്ട്. അത് ഉണ്ടാക്കിയത് ഞാനാണ്. ഒരു 10-15 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. കാണ്ടഹാർ എന്ന് പറഞ്ഞ സിനിമയുടെ സമയത്ത്, പ്രൊമോഷണൽ സമയത്ത് ഉണ്ടാക്കിയിട്ട് ഒരു ഫേസ്ബുക്ക് പേജാണ്. അന്നൊന്നും ഫേസ്ബുക്ക് പ്രൊമോഷൻ പേജുകൾക്കൊന്നും വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. അപ്പോൾ ആ പേജ് ഉണ്ടാക്കിയത് ഞാൻ തന്നെയായിരുന്നു. ഫുള്ളി അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ അഡ്മിനൊക്കെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ ദുബായിലുള്ള ഹാരിസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരാളെയും അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മേജർ രവിയുടെ അനുഭവത്തോടു കൂടി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേജാണ്. മേജർ രവിയുടെ ഫ്ലാറ്റിൽ, അപ്പാർട്ട്മെൻറ്റിലൊക്കെ ഞാൻ നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേജാണ്. അന്ന് മേജർ രവി താമസിച്ചിരുന്നത്, ഇപ്പോൾ അപ്പാർട്ട്മെൻ്റ് ഇല്ല, മരടിൽ മറ്റേ ലീമറിഡിയൻ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഹോളി ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഇത് 5ാമത്തെ നിലയിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. ഞാൻ ആ ഫ്ലാറ്റിൽ ഒരുപാട് തവണ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനും മകനും എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് അനിയനും ഉൾപ്പെടെ എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ് ആ സമയത്ത് കേട്ടോ. ഇപ്പോൾ അവരെന്നെ ഓർക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് മേജർ രവിയുടെ കാര്യം എടുത്ത് പറയാനായിട്ട് പറയാനുള്ള കാരണം, അദ്ദേഹത്തിന് എനിക്ക് വലിച്ചഴിക്കുകയല്ല, ഞാനും ഈ പറഞ്ഞ ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ വന്നെങ്ങനെയാന്ന് പറയാനാണ്. അപ്പം അത് കഴിഞ്ഞ് കാണ്ടഹാർ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്ത പടമാണ് കർമ്മയോധ എന്ന സിനിമയുടെ പേര്. അപ്പോൾ ഈ കർമ്മയോധയുടെ ആദ്യത്തെ പേര് രക്ഷ എന്നായിരുന്നു. അതൊരു വർക്കിംഗ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഇതിലാണ് ടൈറ്റിൽ ഇട്ടിരുന്നത്. അപ്പോൾ ഈ രക്ഷ എന്നുള്ള പേര് മാറ്റി കർമ്മയോധ എന്ന് പിന്നീട് ആക്കുക ചെയ്തത്. അപ്പോൾ ഈ കർമ്മയോധയുടെ എന്താണ് അതിൻ്റെ പേര്, പൂജ നടക്കുന്ന സമയത്ത് എറണാകുളത്തുള്ള സരോവരം ഹോട്ടലിലാണ് അതിൻ്റെ പൂജയൊക്കെ നടന്നത്. ഞാൻ അതിൻ്റെ പൂജയ്ക്കൊക്കെ പോയി പങ്കെടുത്തില്ല. എന്നെ നേരിട്ട് മേജർ റിവ്യൂ വിളിച്ചിട്ട് പോയിട്ടുള്ള ഇവൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ പേജ് മാനേജ് ചെയ്തത് ഞാനായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡലർ ഞാനായിരുന്നു. ഒഫീഷ്യലി അത് പലർക്കും അറിയാം. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിനൊരു തെളിവുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ പേജ് നിലവിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എന്താ പറയുക, നാളെ ആരെങ്കിലും ഇത് തള്ളിപ്പറയാൻ മാറ്റി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ എവിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരിക്കൽ ദുബായിൽ വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് ദുബായിൽ അബുദാബിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയമാണ്. അപ്പം ഒരിക്കൽ അബുദാബിയിൽ വെച്ചിട്ട് ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ദുബായ് നമ്പറിൽ നിന്ന് തന്നെയാണ് വിളിച്ചത്. എൻ്റെ പേര് വിപിൻ കുമാർ എന്നിട്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഇതിൻ്റെ പേജിൽ നമ്മളെ പേജ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ ആവണം, പേജ് അഡ്മിൻ ആവണം. അന്ന് പേജ് അഡ്മിൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് വിപിൻ കുമാർ, ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് വന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് പിക്കറ്റ് 43-ക്കാണ് കർമ്മയോധയ്ക്കാണോ എന്ന് ഞാൻ ഓർക്കണില്ല. പക്ഷേ ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് പൃഥ്വിരാജിൻ്റെ പടം ചെയ്യുന്ന സമയത്താണ്. അതായത് പിക്കറ്റ് 43-യുടെ ആ സമയത്ത് അങ്ങോട്ടായിരുന്നു. അപ്പോൾ ആളെന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പൃഥ്വിരാജിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഞെട്ടി, പൃഥ്വിരാജിൻ്റെ മാനേജറൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ രീതിയിൽ ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു, ഞാനാണ് ഇവിടെ നിങ്ങളുടെ ഈ പേജ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ മേജർ രവിയുടെയും കൂടി മാനേജറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മേജർ രവിക്ക് ഞാനറിയാതെ ഒരു മാനേജർ, അന്നത്തെ സമയത്ത് ഞാനറിയാതെ ഒരു മാനേജറോട് വരാന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇവർക്ക് ഇതിൻ്റെ അഡ്മിൻ ആവണം. അപ്പോൾ ഞാനാണ് പേജിൻ്റെ അഡ്മിൻ. അപ്പോൾ ഇവർക്ക് ഇതിന് ആക്സസ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട്. കാരണം മേജർ രവിയോട് ചോദിക്കണമല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പേജ് ആകുമ്പോൾ അതേ കൂടെ എന്ത് പോസ്റ്റ് പോയാലും അത് അദ്ദേഹമാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അത് പ്രമോഷന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാൾ മാനേജറാണെന്നാണൊക്കെയുള്ള പറയുന്നത് സാർ. അപ്പോൾ ഞാൻ വന്ന് ആളുടെ മേജർ രവിയുടെ സാറിൻ്റെ കാര്യങ്ങളൊക്കെ
ഈ ഇവൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ പറഞ്ഞു അല്ല നീ അത് ഇതാക്കൊണ്ട വറീഡാവേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ അതുകൊണ്ടല്ല, അയാളൊരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളാണ്, അയാൾ പൃഥ്വിരാജിൻ്റെ മാനേജറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം ഇത് പൃഥ്വിരാജിൻ്റെ പടമാണ് ഈ പറഞ്ഞ പിക്കറ്റ് 43. അന്ന് ഞാനൊരു തടസ്സം പറഞ്ഞില്ല. ഓക്കെ, ഞാൻ അതിനാളെ അഡ്മിനാക്കി കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുറച്ച് നാൾ കഴിഞ്ഞു, ആ സമയത്ത് മഞ്ഞോർമകൾ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ, അന്ന് പാട്ട് ഫേസ്ബുക്കിൽ കൂടെ അനൗൺസ് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ മഞ്ഞോർമകൾ എന്ന് പറഞ്ഞൊരു ഒരു പാട്ടും പിന്നെ വേറെ എന്തൊരു പാട്ട് ഇതിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇടാമെന്നുള്ള ഇതിലായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഫേസ്ബുക്കിൻ്റെ പേജ് മാനേജർ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴിയാണ്. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് ആക്സസ് ഇല്ല, ഒറ്റയടിക്ക് ആക്സസ് ഇല്ല. ഞാൻ നോക്കിയപ്പോൾ ആക്സസ് കട്ടായിപ്പോയി. പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പേജിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത്. എന്നിട്ട് പെട്ടെന്ന് എന്തോ പോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത സമയത്താണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നോക്കട്ടെ. അന്ന് മേജർ എന്ന് പറഞ്ഞ ആൾ ഈ ഫേസ്ബുക്ക് കാര്യങ്ങളൊന്നും അത്ര വലിയ, അന്ന് ഇപ്പോൾ കുറച്ച് ആക്റ്റീവാണ്, അന്നൊന്നും ആൾ ആക്റ്റീവ് ലൈവിൽ വരിക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫേസ്ബുക്കിലൊന്നും ആൾ ശ്രദ്ധിക്കാത്ത ആൾക്ക് ഈ ഓൺലൈൻ പ്രൊമോഷനെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ആളതിൽ വലിയ ഇൻട്രസ്റ്റും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഞാൻ സംസാരിക്കട്ടെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, അപ്പോൾ ഇത് എന്തായാലും മോശമായി എന്നൊക്കെ അയാളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അത് അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ഇതാണ്, അന്ന് പടത്തിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി സാർ, അത് ഭയങ്കര മോശമായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു വിഷമം ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആള് എന്നെ പിന്നെ ഞാൻ ആളെ വിളിക്കില്ല, ഞാൻ വിളിക്കൽ കുറച്ചു. ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പോൾ അന്ന് അല്ലെങ്കിൽ തൃശ്ശൂർ കൂടെ പോകുമ്പോൾ എന്നെ വിളിക്കും, ആൾ എവിടെയാ എന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ ഒരു ചായ കുടിക്കാറൊക്കെ കിടക്കിടയ്ക്ക്. അപ്പോൾ വിളിക്കാണ്ടായപ്പോഴൊക്കെ ആൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്ക് മറ്റേ പിക്കറ്റ് 43ക്ക് തൃശ്ശൂർ ഒരു പ്രമോഷൻ പ്ലാൻ ചെയ്തിരുന്നു. മേജർ രവീനെ തൃശ്ശൂർ തിയേറ്റർ വിസിറ്റ്, അന്നത്തെ കാലത്ത് തിയേറ്റർ വിസിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ഈ പരിപാടിയാണ് തുടങ്ങി വെച്ച്. അപ്പോൾ മേജർ രവീനെ തിയേറ്ററിൽ കൊണ്ടുവരാം, തിയേറ്റർ വിസിറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചില്ല. ഞാൻ ഇത് അങ്ങനെ തന്നെ വിട്ടു. എനിക്ക് നല്ല ഫീലായി ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ. അപ്പോൾ അത് ആളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ റിലീസായില്ലേ, നീ പ്രൊമോഷൻ നടത്തുന്നില്ല. അപ്പോൾ ഈ പൃഥ്വിരാജ് ഫാൻസിലുള്ള തൃശ്ശൂരുള്ള കുറേ ആൾക്കാർ പ്ലെയറുണ്ട്. അപ്പോൾ അവർക്ക് മേജർ രവീനെ, അതായത് സ്റ്റാർ ഒരാൾ, മേജർ രവീനെ പറഞ്ഞാൽ നല്ല സെലിബ്രിറ്റി സ്റ്റാറ്റസ്, വലിയ ഒരു സെലിബ്രിറ്റി ലെവലിലുള്ള ഒരു സംവിധായകനാണ്. സാധാരണ സംവിധായകരിനേക്കാളും കൂടുതൽ ഇദ്ദേഹത്തിന് ആരാധകർ കൂടുതലായിരുന്നു. മേജർ രവിക്ക് ഒരു ആരാധക വൃന്ദം ഉണ്ടായിരുന്നു. സാധാരണ സിനിമാ നടന്മാർക്ക് നമ്മൾ ഫ്ലക്സ് വയ്ക്കുന്ന പോലെ തന്നെ മേജർ രവിയുടെ സിനിമകൾക്ക് അദ്ദേഹത്തിന് ഒരു ഫ്ലക്സ് വെച്ചിരുന്ന ഒരു കാലം. അപ്പോൾ പിക്കറ്റ് 43 രാമദാസ് തിയേറ്ററിലാണ് ഇറങ്ങിയത്. അപ്പം അന്ന് ഇതിന് മുമ്പത്തെ പടമായിരുന്നു കർമ്മയോധ. അപ്പോൾ കർമ്മയോധയ്ക്ക് അദ്ദേഹത്തിനെ കൈരളി തിയേറ്ററിൽ കൊണ്ടുവരാമെന്നൊരു മോഹൻലാൽ ഫാൻസുകാരായിട്ട് സംസാരിച്ച് ലാസ്റ്റ് മിനിറ്റിൽ തിരക്കുകളൊക്കെ ആയിട്ട് ആൾ പിന്നെ വന്നില്ല. അപ്പോൾ പിക്കറ്റ് 43 നല്ലൊരു സിനിമ ആയതുകൊണ്ട് അപ്പോൾ ആൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ തൃശ്ശൂർക്ക് വരുന്ന ഈ പരിപാടി വെച്ചോ, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു വണ്ടി എടുക്കാൻ വേണോ, ഞാൻ വരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ വന്നോളാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് കാർ ഓടിച്ചിട്ട്, അന്ന് ആരെയും കൂട്ടിയ കാർ ഓടിച്ചിട്ട് ആളാ സ്വന്തം കാറിലാണ്. അന്ന് ഒരു ഹ്യുണ്ടായി സാന്റാഫി വണ്ടിയുണ്ട് മേജർ രവിക്ക്. അപ്പോൾ അതിൽ തൃശ്ശൂർക്ക് വന്ന് രാമദാസ് തിയേറ്ററിൽ വന്ന് എൻ്റെ തോളിൽ കൈയിട്ടിട്ടാണ് നടന്നിരുന്നത് അന്ന്. അപ്പോൾ അന്ന് ഇപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അപ്പോൾ നമുക്കൊരു വിലയാണല്ലോ, പവറാണല്ലോ. അപ്പോൾ അന്ന് ആ വിഷമമൊക്കെ അങ്ങനെ അയാൾ മാറ്റി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഞാനങ്ങനെ ഈ ഫേസ്ബുക്ക് പേജിനെ പറ്റി അങ്ങനെ വലിയ കാര്യത്തിൽ ഇതാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു വിഷമമുണ്ടായി. ഞാൻ പറഞ്ഞു വന്നതല്ല, പിന്നീട് വളരെ യാദൃശ്ചികമായിട്ട് ദണ്ണായൻ എന്ന് പറഞ്ഞ മൂവിയുടെ ഒരു പ്രൊമോഷൻ്റെ സമയത്ത്, ദണ്ണായൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ പടമാണ് എൻ്റെ ഓർമ്മ. അത് കാർണിവൽ എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു ഈ സിനിമ ഗൾഫിൽ ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ ഗൾഫ് ഡിസ്ട്രിബ്യൂഷനിൽ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് വളരെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് പൃഥ്വിരാജിൻ്റെ ഒപ്പമുള്ള ഒരാൾ, അന്ന് പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള ആളാണോ അതോ കാർണിവൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിങ്ങനെ വന്നപ്പോൾ പൃഥ്വിരാജ് വന്ന്, അന്ന് പൃഥ്വിരാജ് ഇവിടെ ദുബായിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ ഞങ്ങൾ ആ സമയത്ത് നയൻ ഇറങ്ങി ഞാൻ സിനിമ കണ്ടിട്ട് വന്ന് കഴിഞ്ഞാൽ എവിടെയോ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അങ്ങോട്ടാണോ കാർണിവലിലുള്ള ആളാണെന്ന് എൻ്റെ ഓർമ്മ. പൃഥ്വിരാജിൻ്റെ ആളാണോ കാർണിവലിലുള്ള ആളാണെന്ന് അറിയില്ല. എന്നാൽ അയാൾ പൃഥ്വിരാജായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചോദിച്ചു പൃഥ്വിരാജിൻ്റെ ഇതൊക്കെ ഞാനാരും മാനേജ് ചെയ്യണേ, പുതിയ പ്രൊഡക്ഷൻ ഹൗസൊക്കെ സ്റ്റാർട്ട് ചെയ്താണല്ലോ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ആരാണ് മാനേജ് ചെയ്യണമെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വിപിൻ കുമാർ എന്ന് പറഞ്ഞിട്ടൊരാൾ പൃഥ്വിരാജിൻ്റെ മാനേജറായിട്ട് ഉണ്ടായിരുന്നില്ലേ ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഈ കഥകൾ മുഴുവൻ അറിയുന്നത്. വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരോടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് കാലത്ത് പൃഥ്വിരാജിൻ്റെ മാനേജർ എന്നായിരുന്നു. പിന്നെ കുറേ നാളുകൾ മേജർ രവിയുടെ മാനേജറാന്ന് പറഞ്ഞിരുന്നു. മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അല്ലാതെ മോഹൻലാൽ, മമ്മൂട്ടി, ജയറാമും ദിലീപും ഈ 4 പേരുടെ പേര് ഒഴികെ ബാക്കി എല്ലാവരുടെ പേരിലും ഇയാൾ മാനേജറാന്ന് പറഞ്ഞിട്ടാണ് എവിടെയും പോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുക.
പിന്നെ സിനിമ പ്രൊമോഷൻ്റെ മെയിൻ പരിപാടി സിനിമ പ്രൊമോഷൻ കമ്പനിയാണ്. അന്നത്തെ കാലത്ത് അതൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ 10-12 വർഷം മുമ്പ് എന്നുള്ള കാര്യം. പിക്കറ്റ് 43 ഇറങ്ങുന്ന സമയത്ത് അറിയാമല്ലോ. 9 സിനിമ ഈ അടുത്ത കാലത്ത് ഒരു 5-8 കൊല്ലം മുമ്പ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പിന്നീടാണ് ഇയാളുടെ കുറേ തരികിട പരിപാടികൾ ഞാൻ അറിഞ്ഞത്. ദുബായിലുള്ള ആളുകളോട് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഇന്ന നടനെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാല്ല, അതിന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കാശ് മേടിക്കുക, പല നടന്മാരുടെയും പ്രൊമോട്ടർ മീൻസ് മാനേജറാണെന്ന് പറഞ്ഞിട്ട് കഥ കേൾക്കുക. എന്നാൽ ഇയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമാ നടന്മാരായിട്ട് നേരിട്ട് കണക്ഷൻ ഉണ്ട്. ഭയങ്കര എന്തൊക്കെയാണെന്ന് അയാൾ കാണിച്ചു കൂട്ടുക. എന്നാൽ അയാളൊന്നുമല്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും അയാൾക്കൊരു ഹോൾഡും ഇല്ല, ഹാൻഡും ഇല്ല. ഇയാൾ വെറും ഫേക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഞാൻ കാണുന്നോർത്ത് മുഴുപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ മാനേജറാന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഇതേമാതിരി ഞാൻ എവിടെയോ വെച്ച് ഈ വിപിനൊരു പ്രശ്നമുണ്ട്. വിപിൻ പണ്ട് കണ്ട ആൾക്കാർ ചിലപ്പോൾ ഓർക്കാറില്ല. വിപിൻ പിന്നീട് ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കൊച്ചിയിൽ വെച്ച് എന്നെ കണ്ടതെന്ന് എൻ്റെ ഓർമ്മ മാർക്കോക്കൊക്കെ മുമ്പാന്ന് തോന്നുന്നു. മേപ്പടിയാനോ മാളികപ്പുറം അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് അങ്ങോട്ടാണ് ഒരിക്കൽ എവിടെയോ എയർപോർട്ടിൽ എവിടെയോ വെച്ച് കണ്ട സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അയാൾക്ക് എന്നെ മനസ്സിലായില്ല, പക്ഷെ എനിക്ക് അയാളെ മനസ്സിലായി. പക്ഷെ അയാൾ എന്നോട് അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇയാൾ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറാന്ന് പറഞ്ഞിട്ടോ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല, വയറ്റിപ്പഴപ്പല്ല വെച്ച് ഞാൻ ഒന്നും പറയാൻ പോയില്ല. അതൊക്കെ എന്നെ മനസ്സിലായില്ല സത്യത്തിൽ. കാരണം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ആരുടെ ഇറത്തായിട്ട് നടക്കാറില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന തല്ലി വെട്ടി കുത്ത് എന്നൊക്കെ പറയുന്ന കാര്യം വിശ്വസിക്കേണ്ട. ആളിതിൻ്റെ അപ്പുറം പറയും. തൃശ്ശൂർ പൂരപ്പറമ്പിൽ കൂടെ കപ്പലോടി എന്ന് പറയും ഈ പറഞ്ഞ ആൾ. അതുകൊണ്ട് ഞാനിത് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറൊന്നുമല്ല ഈ പറഞ്ഞ വ്യക്തി. പിന്നെ മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ്റെ സിനിമയില്ല എന്ന് പറയുന്നതും തെറ്റിദ്ധാരണയാണ്. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ലെവലിൽ, മുമ്പത്തെ കഥ പോട്ടെ, മല്ലു സിംഗ് ഇറങ്ങിയ ശേഷം കുറേ നാളെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉണ്ണിമുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാണ്. ഉണ്ണിമുകുന്ദൻ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ പ്രൊമോഷൻ എടുത്ത് അടിച്ചിറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഒട്ടാകെ കാണാനായിട്ട് ആരാധകരുണ്ട്. ഹിന്ദിക്കാരൊക്കെ ചോദിക്കുന്നത് മാർക്കോ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബോളിവുഡ് ലെവലിലേക്കൊക്കെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളർന്നിട്ടുള്ള സ്റ്റാറാണ് ഉണ്ണിമുകുന്ദൻ. പിന്നെ ഉണ്ണിമുകുന്ദൻ്റെ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മറ്റേ മാളികപ്പുറ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം മറ്റേ മേപ്പടീനെ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പേരിൽ മറ്റേ ആംബുലൻസ് കൊടുന്നുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു പടത്തിൻ്റെ പേരിൽ ബാലയായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തീയിൽ കുരുത്തിട്ടുള്ളൊരു നടനാണ്. അയാൾ എന്ത് കാര്യവും മൗത്തോക്കി കാര്യം പറയും. അയാൾക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ സ്റ്റാറിനുണ്ടെന്നൊന്നും അങ്ങനെ ഒന്നുമില്ല. ആള് നേരെ പോകുന്നുള്ള വ്യക്തിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല, പേഴ്സണലായിട്ട് അറിയില്ല. ഈ ഉണ്ണിമുകുന്ദന് ഞാനൊരു നാട്ടുകാരനാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ഉണ്ണിമുകുന്ദൻ്റെ ശരിക്കുള്ള വീട്ടിലേക്ക്. തൃശ്ശൂർ നെല്ലിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ണിമുകുന്ദൻ്റെ ശരിക്കുള്ള വീട്. അപ്പോൾ അതിനുശേഷം ഗുജറാത്തിൽ എവിടെ പോയി എന്നൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലൊക്കെ ഉണ്ണിമുകുന്ദനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഇത് ഉണ്ണിമുകുന്ദൻ ഇത്ര വലിയ സ്റ്റാറാണെന്നോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ നാട്ടിൽ കണ്ടിട്ടുള്ള പരിചയങ്ങളൊക്കെ ഞങ്ങളുടെ പൊങ്ങണാട് അമ്പലത്തിലൊക്കെ ഈ കാവടിക്കൊക്കെ ഉണ്ണിമുകുന്ദൻ വരാറുണ്ട്. ഈ മല്ലു സിംഗ് ഇറങ്ങിയിട്ട് മുമ്പ് പോലും ഇദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഇത്ര വലിയ സ്റ്റാർ ആവുമെന്നും നമുക്ക് അറിയില്ലായിരുന്നു. എനിവേ ആൾ നല്ലൊരു നടനാണ്. സ്വന്തം കഴിവിൽ കയറി വന്നിട്ടുള്ളൊരു നടനാണ് ഉണ്ണിമുകുന്ദൻ. ആരുടെയും റെഫറൻസോ ഒരാളുടെയും റെക്കമെൻഡേഷനിലോ കയറി വന്നിട്ടുള്ള നടനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീയിൽ കുറുത്തൊരു നടനാണ് ഉണ്ണിമുകുന്ദൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉണ്ണിമുകുന്ദൻ നേരെ പോകുന്നുള്ളൊരു വ്യക്തിയാണ്. അല്ലാതെ ഈ പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്ന വ്യക്തിയല്ല. അത് മാത്രമല്ല വിമൽ കുമാറിനായിട്ടുള്ള പ്രശ്നത്തിൻ്റെ വിപിൻ കുമാറായിട്ടുള്ള പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉണ്ണിമുകുന്ദൻ ഈ അടുത്ത കാലത്ത് പല സിനിമകളും ഉണ്ണിമുകുന്ദൻ ഫിലിം ഇതിൻ്റെ EMFൻ്റെ പേരിൽ വന്നുള്ള പല പടങ്ങളും വളരെ വലിയ വിജയം നേടിയിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതേപോലെ തന്നെ അയാൾക്ക് എതിരെ ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇൻഫാക്ട് ഈ മേജർ രവി ഉണ്ണിമുകുന്ദനായിട്ട് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പിന്നീട് അത് അവർ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഉണ്ണിമുകുന്ദൻ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടൊരു വ്യക്തിയാണ്. മേജർ രവി സ്ട്രൈറ്റ് ഫോർവേഡ് തന്നെയാണ്, ഉണ്ണിമുകുന്ദൻ സ്ട്രൈറ്റ് ഫോർവേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഉണ്ണിമുകുന്ദൻ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ മേജർ രവിയുടെ കൂടെയുള്ള സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതായത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നല്ല പറഞ്ഞ FACയിൽ വെച്ചിട്ടുണ്ടായ പ്രശ്നം അതല്ല ഞാൻ പറഞ്ഞ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. ഈ മേജർ രവിയുടെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ എത്രയും ഓർമ്മിച്ച് പറയാൻ കാരണം. അപ്പോൾ എന്താ പറയുക, അപ്പം ഈ ഇൻസിഡൻറ്റ് ഇത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഈ മാർക്കോ മൂവിയുടെ പ്രമോഷൻ വേറൊരു കമ്പനിക്ക് ഒഫീഷ്യലി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമ വമ്പം വിജയമായപ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രൊമോട്ട് ചെയ്ത കമ്പനിക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ആ ക്രെഡിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ വിപിൻ അത് സഹിച്ചില്ല. അപ്പം അന്ന് വിപിൻ ഉണ്ണിമുകുന്ദനോട് ഭയങ്കര ദേഷ്യപ്പെടലും ചോദിക്കലും ഉണ്ണിമുകുന്ദനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വരെത്തി. അപ്പോൾ അന്ന് മുതൽ തമ്മിൽ അകന്നിട്ടുണ്ട് ശരിക്കും.
അപ്പോൾ ഉണ്ണിമൂന്നിനെ ചോദ്യം ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഈ ബിബിൻ എന്ന് പറഞ്ഞ ആള് എന്താ പറയുക, ഒരു PR ഇപ്പം നടത്തുന്നതും ആളൊരു PR വർക്ക്, സ്വന്തം PR വർക്കാണെന്നുള്ളത്, സ്വന്തമായിട്ട് പ്രൊമോഷൻ അടിച്ച ആളെ തന്നെ ഫേമസ് ആക്കാന്നാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോഴും ആളുകൾ പറയുന്നത് ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ ബിബിൻ എന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ ബിബിൻ എന്ന് പറഞ്ഞൊരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ പേരിലാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, അപ്പോൾ ഈ ഒരു കേസിലാണ് ഈ പ്രശ്നം സ്റ്റാർട്ടായത്. അതിനുശേഷം ഉണ്ണി മുകുന്ദനെ പറ്റിയിട്ട് മോശമായിട്ട് പല സ്ഥലങ്ങളിലും പലരോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് ഒരു നടിയോട് പോയിട്ട് ഉണ്ണി മുകുന്ദനെ ആ നടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. ഇയാളുടെ സ്വഭാവം വെച്ചിട്ട് ഇയാൾ നാട് മൊട്ടാകെ ഉണ്ണി മുകുന്ദൻ്റെ പേരും പറഞ്ഞ് കാശും മേടിച്ച് പറ്റിച്ചിട്ടുണ്ടാവും. പിന്നെ കഥ കേൾക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാടുണ്ട്. കഥ കേൾക്കുക, ഇന്ന് വരും നാളെ വരും എന്നുള്ള ഒരു ഷോ ഓഫ് കാണിക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രി അറിയാലോ, ഞാൻ കുറേ നാളെ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം മേജർ രവിയുടെ ഇതിലാണെങ്കിലും എനിക്ക് കുറേ സുഹൃത്തുക്കളുള്ളതാണ്. ഇതൊരു ഭയങ്കര അത്രയും എന്താ പറയുക, കുതികാൽ വെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാരവണിയും എല്ലാ പ്രശ്നമുള്ളത് കൊണ്ട് അതുകൊണ്ട് വിട്ടിട്ട് ഞാൻ അതിൻ്റെ സിനിമ മേഖല തന്നെയാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ എൻ്റെ ഡിജിറ്റൽ സിനിമ എഞ്ചിനീയറിങ് വേറൊരു സെക്ഷനിലേക്ക് മാറുക ചെയ്തത്. ഇവിടെ ആകുമ്പോൾ ഒരു ശല്യമില്ല. പടങ്ങൾ ഈ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളുള്ളൂ. സിനിമ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പ്രിൻറ്റ് വന്ന് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ തിയേറ്റർ മേഖലയിൽ കുറച്ചും കൂടി ഈ പ്രശ്നങ്ങൾ കുറവുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ ഞാൻ ഈ ബിബിൻ്റെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ, മൂപ്പര് ഈ ഭൂലോക ഫ്രോഡാണ്. പിന്നെ അവൻ എഴുതി കൊടുത്ത പരാതി അത് ഞാൻ ഇങ്ങനെ വായിച്ച് കേട്ടായിരുന്നു. അത് കേട്ടാൽ തന്നെ അറിയാം ഏതോ ഒരു വക്കീൽ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മനഃപൂർവ്വം കരിവാരി തേക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നരിവേട്ട തന്നെ സിനിമയുടെ പേരുന്നു, ടോവിനോൻ്റെ പടത്തിൻ്റെ. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞതിനാണ് ഉണ്ണിമുകുന്ദൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഉണ്ണിമുകുന്ദൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനാത് ഒരു സിനിമ ഇപ്പോൾ ഒരു സിനിമ നന്നാവണത് കൊണ്ട് മറ്റാൾക്ക് സ്വാഭാവികം. ഇപ്പോൾ നരിവേട്ട എന്ന് പറഞ്ഞ പടം ടോവിനോൻ്റെ പടം, അതിങ്ങനെ ഇറങ്ങി, അത് ഹിറ്റായി. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ണിമുകുന്ദന് വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മനഃപൂർവ്വം ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കുക, അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുക. അയാൾ ആ മാർക്കറ്റിങ്ങിൻ്റെ, അതായത് ഈ ബിബിൻ എന്ന് പറഞ്ഞ ആൾ മാർക്കറ്റിങ്ങിൻ്റെ ചീപ്പ് തന്ത്രങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് കാലത്തെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് പറയുന്നുള്ളൂ. എനിക്ക് പറയണമെന്ന് തോന്നി, ഇത് കണ്ടിട്ട് ചൊറിഞ്ഞു വന്നു. അതുകൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങനത്തെ വീഡിയോ പറയണത്. അല്ല, ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടാത്ത ഒരാളാണ്. കാരണം നമ്മുടെ ചാനലെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൂലക്കൂടെ പോകുന്നതാണ്. നമ്മളാരും ഇതാക്കാനൊന്നും കരിവരുത്തേക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഉണ്ണിമുകുന്ദൻ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു നടനെ പറ്റിയിട്ട് ഇത്രയും വലിയ അപവാദങ്ങൾ പറയുമ്പോൾ, ഞാനും കുറേ ഉണ്ണിമുകുന്ദൻ്റെ സിനിമയൊക്കെ കാശ് കൊടുത്ത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പൗരൻ നിലയ്ക്ക് ഞാൻ പറഞ്ഞൊന്നുള്ളൂ. അല്ലാതെ എനിക്കിപ്പോൾ ഞാൻ ഉണ്ണിമുകുന്ദനായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഇൻഫാക്ട് ഉണ്ണിമുകുന്ദനെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ വിപിനെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് ഇവൻ ആരുടെയും മാനേജറാന്ന് പറഞ്ഞൊന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ആ ഇവൻറ്റിന് കൊണ്ടുവരാം, മറ്റേതിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കാശും മേടിച്ച്, അല്ലെങ്കിൽ ഈ പേരും പറഞ്ഞ് പുട്ടടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ പോയി എന്ന് കണക്കാക്കിക്കോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. പുതിയ ടെക്നോളജിനെ പറ്റി വീഡിയോസ് ചെയ്യും കേട്ടോ. പക്ഷേ നമ്മൾ ഒരു യൂട്യൂബ് ചാനലാകുമ്പോൾ കറണ്ട് അഫയേഴ്സിനെ പറ്റി സംസാരിക്കണമല്ലോ. നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മളുടെ അഭിപ്രായം പറയണമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞെന്നുള്ളൂ. ഇത് ഒരു ഗോസിപ്പ് പറയുന്ന ചാനലൊന്നുമല്ല. ഇതെനിക്ക് പറയണമെന്ന് തോന്നി, എനിക്കവനെ അറിയാം, അതുകൊണ്ട് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാടിൻ്റെ പോക്ക് ഭയങ്കര മോശമാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ ഈ എന്താ പറയുക, ഈ ഇൻസിഡൻറ്റ് കുറേ ചാനലുകാർ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. വെറുതെ ഒരു ഫാൻ ഫൈറ്റിലേക്കും കാര്യങ്ങൾക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ഇതില്ല. ഉണ്ണിമുകുന്ദനെ തന്നെ പലരും BJP-കാരായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആക്കണം. അതിൻ്റെ ഒന്നും എനിക്ക് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പം കുറച്ച് വിവേചന ബുദ്ധിയുള്ള ആൾക്കാർ കേരളത്തിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പൊട്ടന്മാരെന്നിട്ടുള്ള അല്ലാട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ കുറച്ച് വിവേചനമുള്ള ആൾക്കാർ വിവേചനം അല്ലാട്ടോ, തെറ്റിപ്പോയി, വിവേകം ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിവേക ബുദ്ധിയുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മളായിട്ട് ഇങ്ങനെ എന്താ പറയുക, സ്വന്തം ഇതിൽ ഇങ്ങനെ ഉണ്ണിമുകുന്ദൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതാക്കണത് അർത്ഥമില്ല. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. അത് പറഞ്ഞപ്പോഴൊരു കാര്യം പറയാൻ വന്നത്, ഇവനെ തല്ലിയെന്നാണ് പരാതിയിൽ പറഞ്ഞേക്കണത്. പോലീസുകാർ CCTV ചെക്ക് ചെയ്തിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അടിക്കുന്ന സീനുകളൊന്നുമില്ല. ഇനിയിപ്പോൾ സ്വന്തം എഡിറ്റ് ചെയ്ത് കയറ്റേണ്ടി വരും ഉണ്ണിമുകുന്ദൻ തല്ലണത്. ഉണ്ണിമുകുന്ദന് കുറച്ച് മസിലൊക്കെ ഉണ്ടെന്നുള്ളൂ, ആള് പഞ്ചപാവ കേട്ടോ. ഇത് എനിക്ക് നേരിട്ട് അറിയില്ല, ഉണ്ണിമുകുന്ദൻ അറിയുന്ന ആൾക്കാർ പറഞ്ഞാണ്. ആ കാണുന്ന മസിൽ പെരുപ്പിച്ചെടുക്കണുള്ളൂ, ആള് പഞ്ചപാവാണ്. പക്ഷെ സ്ട്രേറ്റ് ഫോർവേഡാണ് ഉണ്ണിമുകുന്ദൻ, എന്ത് കാര്യം തുറന്നു പറയും.
പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്ന അത് ഈ ഉണ്ണിമുകുന്ദനും ബിബിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഉണ്ണിമുകുന്ദൻ വളരെ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുള്ള നടനായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഉണ്ണിമുകുന്ദൻ. ഈ ബിബിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബിബിൻ ഈ പാരസൈറ്റ് എന്ന് കേട്ടില്ലേ, മറ്റേ ഇത്തിൽ കണ്ണിയൊക്കെ വരുന്ന പോലെ ഒന്ന് ഒട്ടിപ്പിടിച്ച് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.